നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ചതിൽ ദുരൂഹത. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമുണ്ട്. ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ആര്യയെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി പിതാവ് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാണ് മരണവിവരം പുറത്തായത്. ഈ ആര്യ എന്ന് പറയുന്നത് വളരെയധികം ഒതുങ്ങി കൂടുന്ന ഒരു ഇതാണ്. ആരുമായിട്ടും അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. വളരെ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുടുംബമാണ്. കാര്യം കുട്ടിയുടെ കല്യാണം ഈ അടുത്ത സമയത്ത് നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ മാസമോ അടുത്ത മാസമോ കല്യാണം നിശ്ചയിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് പുള്ളി. ഞങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കതൊന്നും അറിഞ്ഞപ്പോൾ തന്നെ വല്ലാത്തൊരു ഷോക്കിലാണ്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസണും തിരുവനന്തപുരത്ത് നേവി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഈ വീട്ടുകാർ, സമീപത്ത് താമസിക്കുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇവർക്കൊന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല ഉന്മേഷ്. കാരണം ഇത്തരത്തിലുള്ളൊരു സംഭവം ഈ വീടിൻ്റെ തൊട്ടടുത്ത് ഉണ്ടായപ്പോൾ ഒരു ഞെട്ടലോട് കൂടിയാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഇതിനെ നോക്കിക്കാണുന്നത്. കാരണം ഈ കുടുംബം അവർ കൃത്യമായി നല്ല രീതിയിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന ഒരു അച്ഛനും അമ്മയുമാണ്. അവരുടെ മകൻ തിരുവനന്തപുരത്ത് പഠിക്കാൻ പോകുന്നു. അവിടെ ഒരു ബന്ധം ഉണ്ടാകുന്നു. അത് കല്യാണം കഴിക്കുന്നു. തിരുവനന്തപുരത്ത് തന്നെ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടുമായി ഈ നവീന് കാര്യമായിട്ടുള്ള ബന്ധങ്ങൾ ഇല്ലായിരുന്നു. കഴിഞ്ഞ 1 മാസം മുമ്പാണ് അവർ ഇവിടെ താമസിച്ചത്. 1 വർഷത്തിനിടയിൽ അവർ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ കുറച്ച് നാൾ ഇവിടെ താമസിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും തിരുവനന്തപുരത്തേക്ക് പോയി. അവസാനമായി മാർച്ച് 17-ാം തീയതി പോയി എന്നുള്ളൊരു വിവരമാണ് നാട്ടുകാർ പങ്കുവെക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 28-ാം തീയതിയോ മറ്റോ കഴിഞ്ഞ ഏതോ ഒരു ദിവസം ഇവരെ ബന്ധപ്പെട്ടു. കൃത്യമായിട്ടുള്ളൊരു ദിവസം നമുക്ക് ലഭ്യമായിട്ടില്ല. ഫോണിൽ അച്ഛനും അമ്മയും ബന്ധപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഈ നാട്ടുകാർക്ക് അറിയില്ല. പക്ഷേ പോലീസ് ഈ ഒരു സംഭവത്തിന് ശേഷം, ആര്യയെ കാണാതായതിനു ശേഷം ഈ വീട്ടിൽ അന്വേഷിച്ചെത്തിയിരുന്നു. അത് ഈ ആര്യയുടെ ഫോൺ രേഖകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ വീടുമായി ഒരു ബന്ധമുണ്ട്, അത് ഈ നവീനയോ അല്ലെങ്കിൽ ദേവിയോ ആരെങ്കിലും ഫോൺ ചെയ്തതാകും, അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയപ്പോഴാണ് പോലീസ് ഇവിടേക്ക് എത്തുന്നത്. ആ പോലീസ് എത്തിയപ്പോഴാണ് ഈ സമീപത്തുള്ള ആളുകൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ആദ്യം അറിയുന്നത്. അതിനുശേഷമാണ് ഇന്ന് ഈ ഒരു വാർത്ത ഞെട്ടലോടുകൂടി ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ഇവിടെയുള്ള ഈ വീട്ടിലുള്ള ഉണ്ടായിരുന്ന ഒരു ബന്ധുക്കൾ 2 പേർ അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ചെന്ന് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞ ചില വിവരങ്ങൾ മാത്രമാണ് നാട്ടുകാർക്ക് ഉള്ളത്. അതാണ് അവർ നേരത്തെ നമ്മളോട് പങ്കുവച്ചത്. എന്തായാലും വലിയൊരു ദുരൂഹതയുണ്ട്. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയുള്ള അത് നീങ്ങേണ്ടതുണ്ട്. AV ജയശങ്കർ കൂടി ചേരുന്നു തിരുവനന്തപുരത്ത്. ജയശങ്കർ, ഈ ആര്യയുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിവുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ജയശങ്കർ, അതായത് ഈ ആര്യയുടെ വീട്ടുകാർക്ക് കഴിഞ്ഞ ദിവസം അവർ പോലീസിൽ പരാതി നൽകിയിരുന്നു. അവർക്ക് ഇക്കാര്യത്തിൽ ഈ ആര്യയുടെ പോക്കുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. മകളെ കാണാതായി എന്നുള്ള പരാതിയാണ് അവർ കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവ് പോലീസിൽ നൽകിയത്. അവർ ഇതിന് പിന്നിൽ ചില ദുരൂഹതകളൊക്കെ അവർ സംശയിക്കുന്നുണ്ട്. പക്ഷേ അവരൊരു പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്ത ഒരു ഘട്ടമാണുള്ളത്. മകൾ മരിച്ചൊരു വിഷമത്തിലാണ് ആ കുടുംബമുള്ളത്. പോലീസും സമാന്തരമായ അന്വേഷണം നടത്തുന്നുണ്ട്. ചില ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടെല്ലാം ചില സംശയങ്ങൾ പുകമറയിലുണ്ട്. പക്ഷേ ഒരു വ്യക്തത ഈ വിഷയത്തിലുള്ളതുകൊണ്ട് നമ്മളും ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അത്തരം കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിഷയത്തിലെല്ലാം ഒരു കൃത്യത നൽകുന്നത് പോലീസിൻ്റെ അന്വേഷണം തന്നെയാണ്. അത്തരം ഘടകങ്ങൾ ഇതിന് പിന്നിൽ, ഈ മരണത്തിന് അല്ലെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ ഉണ്ടോ, ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ള വിഷയങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. പോലീസ് കൃത്യമായി അത്തരം വിഷയങ്ങളിലേക്കും കടക്കുന്നുണ്ട്. കാരണം മൃതശരീരത്തിലെ ചില മുറിവുകളും ചില പാടുകളും എല്ലാം തന്നെ ഇത്തരം ബ്ലാക്ക് മാജിക്കിലേക്കും വിരൽ ചൂണ്ടുന്നു എന്നാണ് പ്രാഥമികമായൊരു നിഗമനം. ഈ കാര്യത്തിലെല്ലാം പോലീസിന്റെ ഒരു അന്വേഷണം കൃത്യമായി നടക്കേണ്ടതുണ്ട്. കുടുംബം ഒരു പരസ്യപ്രതികരണം തയ്യാറാകുന്നില്ല. പോലീസ് അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യമാണ്. പോലീസിനെ സംബന്ധിച്ചും ഇത്തരത്തിൽ ഇവരുടെ പോക്കും ഇവരുടെ ബന്ധവും എല്ലാം സംബന്ധിച്ച് വലിയ ശരിയാണ് ജയശങ്കർ. ഇക്കാര്യത്തിൽ കൃത്യമായ വിവരങ്ങൾ പോലീസ് നൽകേണ്ടതുണ്ട്. മറ്റ് നിലയ്ക്ക് നടക്കുന്ന പ്രചാരണങ്ങളിലേക്ക് ഇപ്പോൾ നമ്മൾ കടക്കുന്നുമില്ല. കോട്ടയം സ്വദേശികളായ ദേവി, ഭർത്താവ് നവീൻ, തിരുവനന്തപുരം സ്വദേശി ആര്യ എന്നിവരാണ് മരിച്ചതിൽ കണ്ടെത്തിയത്. കോട്ടയം സ്വദേശികളുടെ മരണവുമായി ബന്ധപ്പെട്ട് സമീപ പ്രദേശത്ത് താമസിക്കുന്നവരുടെ പ്രതികരണങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്കാണ്. പക്ഷെ എന്തുകൊണ്ട് ഈ പയ്യൻ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ. ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സംഭവത്തെപ്പറ്റി ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഉള്ള സേവയോ അങ്ങനെ കണ്ട് ചെയ്ത് ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ വരഞ്ഞ് ബ്ലഡ് ഊർന്നു പോയി ആൾ മരണപ്പെട്ടിരിക്കുന്നു. സഞ്ജയ് സിംഗിന് ജാമ്യം.
മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടി എം പി സഞ്ജയ് സിംഗിന് ജാമ്യം അനുവദിച്ച് സുപ്രീംകോടതി. ഇഡിക്കെതിരെ വിമർശനമുന്നയിച്ച സുപ്രീംകോടതി സഞ്ജയ് സിംഗിനെതിരെ തെളിവോ പണമോ കണ്ടെത്താൻ ആയിട്ടില്ലെന്നും വ്യക്തമാക്കി. അറസ്റ്റിലായി 6 മാസത്തിന് ശേഷമാണ് ജാമ്യം. ജാമ്യാപേക്ഷയെ ഇഡി എതിർത്തില്ല. ഡൽഹി മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സഞ്ജയ് സിംഗ് എം പിക്ക് സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചത്. ഇഡിയെ വിമർശിച്ച സുപ്രീംകോടതി സഞ്ജയ് സിംഗിനെതിരെ തെളിവ് എവിടെയെന്ന് ചോദിച്ചു. മാപ്പുസാക്ഷിയായ ദിനേശ് അറോറയുടെ മൊഴിയിലും സഞ്ജയ് സിംഗിന്റെ പേര് പരാമർശിച്ചിട്ടില്ല. കേസിൽ പണമൊന്നും പിടിച്ചെടുത്തിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. പ്രത്യേക സാഹചര്യത്തിലാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ജാമ്യത്തിലിറങ്ങുന്ന സഞ്ജയ് സിംഗിന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നും ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതി നിശ്ചയിക്കുമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. അറസ്റ്റിലായ 4 മുതിർന്ന AAP നേതാക്കളിൽ ജാമ്യം ലഭിക്കുന്ന ആദ്യത്തെ നേതാവാണ് സഞ്ജയ് സിംഗ്. കഴിഞ്ഞ ഒക്ടോബർ 4-ലാണ് ഇഡി അറസ്റ്റ് ചെയ്തത്. അതേസമയം മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ഇഡി നീക്കം തുടങ്ങി. അറസ്റ്റ് ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. തിഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിനെ കസ്റ്റഡിയിൽ കിട്ടാൻ CBI ഉടൻ അപേക്ഷ നൽകും. 24 ഡൽഹി. ഡൽഹിയിൽ BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി. BJPയിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെയും ഇഡി അറസ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി അതിഷി ആരോപിച്ചു. ഡൽഹിയിൽ ചേർന്ന ആം ആദ്മി MLAമാരുടെ യോഗത്തിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കേണ്ടതില്ല എന്നാണ് തീരുമാനം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ BJP ശ്രമം നടത്തുന്നുവെന്നാണ് ആരോപണം. കൂറുമാറ്റത്തിന് BJP 25 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് ആം ആദ്മി പാർട്ടി MLA ഋതുരാജ് ഝാ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മന്ത്രി അതിഷിയും BJPക്കെതിരെ രംഗത്തെത്തിയത്. मेरे एक बहुत व्यक्तिगत करीबी व्यक्ति के माध्यम से मुझे भारतीय जनता पार्टी ज्वाइन करने के लिए अप्रोच किया. BJPയിൽ ചേർന്നില്ലെങ്കിൽ ഇഡിയെ ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അതിഷി ആരോപിച്ചു. വരും ദിവസങ്ങളിൽ തന്റെ വസതിയിൽ ഇഡിയുടെ പരിശോധന ഉണ്ടാകുമെന്നും അതിഷി. और अगर भारतीय जनता पार्टी नहीं ज्वाइन करी तो आने वाले 1 महीने में ईडी द्वारा मुझे गिरफ्तार कर लिया जाएगा. എന്തുകൊണ്ട് വിഷയത്തിൽ പോലീസിനെ സമീപിക്കുന്നില്ലെന്നായിരുന്നു BJPയുടെ പ്രതികരണം. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പൂർണ്ണ പിന്തുണ അറിയിച്ച് ആം ആദ്മിയുടെ 49 MLAമാരും 6 മന്ത്രിമാരും അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന SDPI പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര്. SDPIയുടെ പിന്നാലെ നടന്നാണ് കോൺഗ്രസ് പിന്തുണ തേടിയത് എന്ന് EP ജയരാജൻ ആരോപിച്ചു. കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി സഖ്യമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസ് ആരുടെയും പിന്തുണ തേടിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. SDPIയുടെ പിന്തുണ തള്ളാതെയും കൊള്ളാതെയും കരുതലോടെയാണ് UDF നീക്കം. ആളുകൾ വോട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അവരുടെ പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പല ആളുകളും വന്ന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ്, പല കക്ഷികളും പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്, അവരവരുടെ ഇഷ്ടപ്രകാരം. രഹസ്യ വോട്ടാണ്, ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ചർച്ച നടത്തിയിട്ടില്ലെന്നും SDPI വർഗീയ പാർട്ടിയാണെന്ന് പറയാനില്ലെന്നും രമേശ് ചെന്നിത്തല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ ഞാൻ മുതിരുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഒരു കാലത്തും അവരുമായിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്തവരാണ്. പ്രതിപക്ഷ നേതാവടക്കം പിന്തുണയ്ക്കായി പിറകെ നടന്ന വാഗ്ദാനങ്ങൾ നൽകിയെന്ന് LDF കൺവീനർ. SDPI പിന്തുണ പ്രഖ്യാപിച്ചതിൽ രാഹുൽ ഗാന്ധിയെ കൂടി ഉന്നം വെച്ചായിരുന്നു K സുരേന്ദ്രന്റെ വിമർശനം. ഭീകരവാദ പരിശീലനം വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലടക്കം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കില്ലെന്നും UDFിനെ പിന്തുണയ്ക്കുമെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി അറിയിച്ചതോടെയാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ തുടങ്ങിയത്. 24 തിരുവനന്തപുരം. പെരുമാറ്റച്ചട്ടലംഘന പരാതിയിൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടി. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാണ് നോട്ടീസ് നൽകിയത്. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര തലത്തിൽ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് UDFിന്റെ പരാതി. കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സ്പോർട്സ് ഫ്രട്ടേണിറ്റി എന്ന സംഘടന നടത്തിയ പരിപാടിയിലായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രഖ്യാപനം. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചുവെന്ന് ഉദ്ഘാടന പ്രസംഗത്തിനിടെ മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി UDF പരാതി നൽകി. ഒന്ന്, വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് കൊടുക്കാൻ പാടില്ല എന്ന ചട്ടം ലംഘിച്ചു. 2, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ മാൻ ഹാൻഡിൽ ചെയ്തു. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നു. അവരെ അരമണിക്കൂർ തടഞ്ഞു വെക്കാൻ അധികാരം ഏത് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? MP എന്ന നിലയ്ക്ക്, രാജ്യസഭയിൽ MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനുണ്ടോ? XMLA ആയ പ്രദീപിനുണ്ടോ? പ്രാഥമിക അന്വേഷണത്തിന് ശേഷം വിശദീകരണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ മന്ത്രിക്ക് നോട്ടീസ് നൽകി. സ്റ്റേഡിയം നവീകരണം പുതിയ തീരുമാനമല്ലെന്നാണ് മന്ത്രിയുടെ വിശദീകരണം. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. മന്ത്രിയുടെ പ്രസംഗം ചിത്രീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധിയെ LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ നേതൃത്വത്തിൽ തടഞ്ഞെന്നും പരാതിയുണ്ട്. പ്രസംഗം ചിത്രീകരിച്ചയാളെ വേദിയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 കോഴിക്കോട്. കച്ചത്തീവ് ദ്വീപ് വിഷയത്തിൽ BJP കോൺഗ്രസ് പോര് തുടരുന്നു. ദ്വീപ് കോൺഗ്രസ് ശ്രീലങ്കയ്ക്ക് സമ്മാനിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. ചൈനയുടെ അനധികൃത കയ്യേറ്റം തടയുന്നതിൽ പരാജയപ്പെട്ട സർക്കാർ അത് മറയ്ക്കാൻ വേണ്ടിയാണ് പുതിയ വിഷയവുമായി ഇറങ്ങുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചടിച്ചു. കച്ചത്തീവ് വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി ഇടപെട്ടാൽ മറുപടി നൽകുമെന്ന് ശ്രീലങ്കൻ മന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ കച്ചത്തീവ് വിഷയം ശക്തമായി ഉന്നയിക്കുകയാണ് BJP. കോൺഗ്രസിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും ഉന്നയിച്ചത്. ഇന്ത്യയെ അരാജകത്വത്തിലേക്കും അസ്ഥിരതയിലേക്കും തള്ളിവിടാനാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. കർണാടകയിൽ ഒരു കോൺഗ്രസ് നേതാവ് രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നതിന് പകരം കോൺഗ്രസ് ആ നേതാവിന് തെരഞ്ഞെടുപ്പ് ടിക്കറ്റ് നൽകുകയാണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി. श्रीलंका को दे दिया। अभी द्वीप के आसपास भी कोई भारतीय मछुआरे गलती से चला जाता है. തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് BJPക്ക് കച്ചത്തീവ് വിഷയമെന്ന് കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി. ചൈനയുടെ പേര് പറയാൻ ഭയക്കുന്നവരാണ് കച്ചത്തീവിനെ പറ്റി പറയുന്നതെന്നും വിമർശനം. कच्चाटीवों की बात करते हैं, ये दुर्भाग्यपूर्ण बात और खेदजनक बात है कि वो चीन का नाम अपने मुंह से निकालने से भी डरते हैं. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ ഭൂമി ബംഗ്ലാദേശിന് നൽകിയെന്നും ചൈന ലഡാക്കിൽ ഇന്ത്യയുടെ ഭൂമി കൈവശപ്പെടുത്തിയതിനെക്കുറിച്ച് മിണ്ടുന്നില്ലെന്നും നാഷണൽ കോൺഫറൻസ് നേതാവ് ഫറൂഖ് അബ്ദുള്ള കുറ്റപ്പെടുത്തി. കച്ചത്തീവ് വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉന്നയിച്ചതല്ലെന്നായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രതികരണം. കച്ചത്തീവ് വിഷയത്തിൽ ഇന്ത്യ ഇടപെട്ടാൽ മറുപടി നൽകാമെന്ന് ശ്രീലങ്കൻ മന്ത്രി ജീവൻ തൊണ്ടെമാൻ പറഞ്ഞു. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സൗഹാർദ്ദത്തോടെയാണ് മുന്നോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. 24 ചെന്നൈ. മൂന്നാർ തലയാർ എസ്റ്റേറ്റിൽ കടുവയുടെ ആക്രമണം. കടുകുമുടി ഡിവിഷനിൽ മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ചു. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകിട്ടാണ് ഈ കടുവയുടെ ആക്രമണം വീണ്ടും തലയാർ എസ്റ്റേറ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരാഴ്ച മുമ്പ് ഒരു പശുവിനെ കടുവ ആക്രമിച്ച് കൊന്നിരുന്നു. ഇന്ന് ഈ പശു ചത്തിട്ടില്ല, പക്ഷേ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. കടുവ ആക്രമിക്കുന്നത് കണ്ട് ഈ കർഷകർ, തോട്ടം തൊഴിലാളികൾ ഓടി വരികയും ബഹളം വെച്ചതോടുകൂടി കടുവ ഓടിപ്പോവുകയായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. വലിയ തരത്തിലുള്ള ആശങ്ക ഈ പ്രദേശത്തെ ആളുകൾക്കുണ്ട്. ഇതാദ്യമായല്ല കടുവ ഇങ്ങനെ ഇറങ്ങുന്നത്. നിരന്തരം ഈ മേഖലയിൽ കടുവയുണ്ട്. വനംവകുപ്പ് കൃത്യമായ ഇടപെടൽ നടത്തി ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മൂന്നാറിൽ വീണ്ടും കടുവയുടെ ആക്രമണം. രാഹുൽ വിജയനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്നൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. കരുവന്നൂർ കേസിൽ CPIM നേതാവ് PK ബിജുവിന് ED നോട്ടീസ് എന്നുള്ള വാർത്ത വരുന്നു. ഈ മാസം 4-ന് ഹാജരാകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനീത VG ഉണ്ട്. വിനീത, വിവരങ്ങൾ. കരുവന്നൂർ കേസിൽ ED വീണ്ടും നടപടികളിലേക്ക് പോകുന്നു. PK ബിജുവിന് ഇപ്പോൾ EDയുടെ നോട്ടീസ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഈ മാസം 4-ന് ഹാജരാകാൻ
നിർദ്ദേശമെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. CPIഎമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി M വർഗീസിനോട് ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ PK ബിജുവിനും EDയുടെ നോട്ടീസ് 4-ാം തീയതി ഹാജരാകണം എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കരുവന്നൂർ കേസിൽ ED നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ നീക്കം എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ EDയുടെ നടപടി വരുന്നത്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പിടിമുറുക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ കൂടെ നോട്ടീസ് നൽകും. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെയും സഹകരണ രജിസ്ട്രാർക്കെതിരെയും കടുത്ത നടപടിക്ക് നീക്കം എന്നാണ് വിവരം. കരുവന്നൂർ കേസിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ED കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. വിഷയത്തിൽ നോട്ടീസ് നൽകിയ നീക്കം CPIM ജില്ലാ സെക്രട്ടറിയിൽ ഒതുങ്ങില്ലെന്നാണ് വിവരം. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെ കൂടി വൈകാതെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. സഹകരണ രജിസ്ട്രാർ ചുമതല വഹിച്ചവർക്കെതിരെയും നടപടിക്ക് തീരുമാനമുണ്ട്. രജിസ്ട്രാർ ചുമതല വഹിച്ചവർ തട്ടിപ്പിന് ഒത്താശ ചെയ്തെന്നാണ് ED കണ്ടെത്തൽ. ഓഡിറ്റ് വിവരങ്ങൾ മറച്ചുവെച്ച സഹകരണ രജിസ്ട്രാർമാർ തട്ടിപ്പിന് കൂട്ടുനിന്നതായി ED വ്യക്തമാക്കുന്നു. ഇതിനിടെ ED നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും MM വർഗീസ്. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്നു കിടക്കണ്ടോന്ന് എനിക്കറിയില്ല. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയെന്നുള്ളതാണ്. അതേസമയം കരുവന്നൂർ ബാങ്കിൽ പുറത്തശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടേതായി 5 അക്കൗണ്ടുകളുണ്ടെന്നും ഇതിന് KYC രേഖകളില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. ഇവയിൽ ബിനാമി ലോൺ വഴി ലഭിച്ച പണം നിക്ഷേപിച്ചതായി സംശയിക്കുന്നുണ്ട്. CPM നേതാക്കൾ നൽകിയത് ഏരിയ കമ്മിറ്റിയുടെ വിവരങ്ങൾ മാത്രമാണെന്നും ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയില്ലെന്നും ED വൃത്തങ്ങൾ പറയുന്നു. ഇതിനായി CPMന്റെ ഉന്നത നേതാക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കൊച്ചി. PK ബിജുവിനൊപ്പം കൗൺസിലർ സാജനും നോട്ടീസ് ലഭിച്ചിരിക്കുന്നു. ഈ മാസം 5-ാം തീയതി ഹാജരാകാൻ നിർദ്ദേശമെന്ന് കൂടി വിനീത VG ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വയനാട് സുഗന്ധഗിരിയിലെ മരം മുറിക്കൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് വനംവകുപ്പ്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇവാലുവേഷൻ CF നീതുലക്ഷ്മിയാണ് അന്വേഷണ സംഘത്തെ നയിക്കുക. വീടുകൾക്ക് ഭീഷണിയായ മരം മുറിക്കാൻ നേടിയ ഉത്തരവിന്റെ മറവിൽ വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്തിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. സുഗന്ധഗിരി കാർഡമം പ്രൊജക്ടിന്റെ ഭാഗമായി 1986-ൽ ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് മരം മുറി നടന്നത്. വീടുകൾക്ക് ഭീഷണിയായ 20 മരങ്ങൾ മുറിക്കാനായിരുന്നു അനുമതി. ഇതിന്റെ മറവിൽ 100-ലധികം മരങ്ങൾ മുറിച്ചതായി വനം വകുപ്പ് കണ്ടെത്തി. 6 പേർക്കെതിരെ കേസെടുത്തു. വാര്യാട് സ്വദേശി ഇബ്രാഹിം, മീനങ്ങാടി സ്വദേശി അബ്ദുൾ മജീദ്, മാണ്ടാട് സ്വദേശി ചന്ദ്രദാസ്, മണൽവയൽ സ്വദേശി അബ്ദുൾ നാസർ, കൈതപ്പൊയിൽ സ്വദേശി അസൻകുട്ടി, എരഞ്ഞിക്കൽ സ്വദേശി ഹനീഫ എന്നിവർക്കെതിരെയാണ് കേസ്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കൽപ്പറ്റ കോടതി വിധി പറയും. അനധികൃത മരമുറിക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലുണ്ടായിരുന്ന കാര്യം അപേക്ഷ നൽകിയവർ തന്നെ 24-നോട് വെളിപ്പെടുത്തിയിരുന്നു. ഈ മരം എപ്പോൾ ഈ റോഡിന് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണിയില്ലാത്ത മരമാണ് അത് മുറിച്ചത്. നമുക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്ന് മുറിപ്പിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എന്തിനും മുറിച്ച് ഏതിനും മുറിച്ച് ചോദിക്കുകയില്ല. അങ്ങനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണല്ലോ പാടുന്നത് മുറിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ കൽപ്പറ്റ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ആളാണ്. രാവിലെ മുതൽ മരം ഫസ്റ്റിൽ മുറിക്കുന്ന അന്ന് മുതൽ അവസാനം വരെ ജോൺസൺ ഉണ്ടായിരുന്നു. ജോൺസൺ പറഞ്ഞു ആ ഉദ്യോഗസ്ഥനാണ് ഉണ്ട്. അത് യൂണിഫോം ഇട്ടിട്ട് രാവിലെ വരും, വൈകുന്നേരം പോകും. അങ്ങനെ മരം മുറിച്ച് കഴിയുന്നവരെ ജോൺസൺ ഉണ്ടായിരുന്നു. സംഭവത്തിൽ 3 ഉദ്യോഗസ്ഥരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ KK ചന്ദ്രൻ, വാച്ചർമാരായ ജോൺസൺ, MK ബാലൻ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. സുഗന്ധഗിരി സ്വദേശിയായ ബാലന്റെ വീടിന് ഭീഷണിയായ 2 മരങ്ങൾ മുറിച്ചിരുന്നു. ഇത് അറിയിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ബാലനെതിരായ നടപടി. കടത്തിയ തടികളും ലോറിയും വനം വകുപ്പ് പിടികൂടിയിട്ടുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നടക്കം പുതിയ സംഘം അന്വേഷിക്കും. സുഗന്ധഗിരിയിലെ മരമുറി വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. 24 വയനാട്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാവ് PK ബിജുവിന് ED നോട്ടീസ്. ഈ മാസം 5-ന് ഹാജരാക്കാൻ നിർദ്ദേശം. വിനീത VG ചേരുന്നു. വിനീത, വിവരങ്ങൾ. അല്പസമയം മുൻപാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവന്നത്. CPIM നഗരസഭാ കൗൺസിലർ സാജനും ED നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ 2 CPIM നേതാക്കൾക്ക് കൂടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നു. CPIMന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് അടുത്ത ദിവസം ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കൂടുതൽ നേതാക്കളെ ED വിളിപ്പിക്കും എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ PK ബിജുവിനെയും CPIMന്റെ നഗരസഭാ കൗൺസിലറായ സാജനെയും ED ഇപ്പോൾ നോട്ടീസ് നൽകി വിളിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത
വന്നത്. അങ്ങനെ കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. വിനീത, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉമേഷ്, കരുവന്നൂർ കേസിൽ അന്വേഷണ സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടുതൽ പിടിമെടുക്കുകയാണ്. കൂടുതൽ പേർക്ക് ഇപ്പോൾ ഇഡി നോട്ടീസ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ TK ബിജുവിന് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ മാസം 4-ന് കൊച്ചിയിലെ ED ഓഫീസിൽ ചോദ്യം ചെയ്യാനായി എത്തണമെന്നാണ് നിർദ്ദേശം. നേരത്തെ തന്നെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഈ 1ാം ഘട്ട അന്വേഷണത്തിൽ ചില രേഖകളിൽ TK ബിജുവിന്റെ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി സാഹചര്യത്തിലാണ് ED ഇപ്പോൾ TK ബിജുവിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ED വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാവുന്ന വിവരം. ഒപ്പം തൃശൂർ നഗരസഭാ കൗൺസിലറായ ഷാജന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഷാജനോട് 5-ന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. കോടതി ലക്ഷ്യക്കേസിൽ പതഞ്ജലിയുടെ മാപ്പപേക്ഷ അംഗീകരിക്കാതെ സുപ്രീംകോടതി. പതഞ്ജലി സഹസ്ഥാപകൻ ബാബ രാംദേവും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണൻ സമർപ്പിച്ച സത്യവാങ്മൂലം തള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് 17 സീറ്റുകളിലേക്ക് കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. YS ശർമിള കടപ്പയിൽ നിന്നും താരിഖ് അൻവർ ബീഹാറിലെ കട്ടിഹാറിൽ നിന്നും മത്സരിക്കും. IPL-ൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങും. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ആണ് എതിരാളികൾ. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.